അയ്യോ അത് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? പിന്നെ നിങ്ങൾ എന്തിനാ അത് പറയുന്നേ? ദാ നോക്ക്, ഒന്നും മിണ്ടാതെ അതിനകത്ത് കയറിയിരുന്നാലേ തടി വെള്ളം ആവില്ല. അല്ലെങ്കിൽ അടുത്ത് പെരുമാറിക്കളയും ഞാൻ. എത്രയും പെട്ടെന്ന് ഫോൺ ശ്യാമാമരത്തിന്റെ കയ്യിൽ കൊടുക്ക്. രാധിക സംസാരിച്ചോളും, അമ്മയെന്ന് വിളിച്ചോളും. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ അങ്ങോട്ട് വന്നോളാം. പെട്ടെന്ന് പോ. ശരി. ശ്യാമേ, 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 ഈ ശ്യാമേ, ശ്യാമേ, ശ്യാമേ ഒന്ന് നിക്ക്, ശ്യാമേ നിക്കാൻ. ശ്യാമേ, ശ്യാമേ ഒന്ന് നിക്ക്, ശ്യാമേ. വരുൺ, ശ്യാമ കാറിൽ കയറി പോയി. ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. എനിക്കറിയില്ല ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന്. അമൃത മാഡം, അതെ, നമ്മളിപ്പോ ഇത് ടെൻഷനോടെ കൈകാര്യം ചെയ്തിട്ട് ഒരു കാര്യമൊന്നുമില്ല. ശ്യാമ മാഡം എങ്ങോട്ട് പോകാനാ ചാൻസ് ഉള്ളത്? ഞങ്ങൾ അങ്ങോട്ട് പോവാം. ആ, വെളുപ്പിന് തറവാട് ക്ഷേത്രത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന് പൂജാരിയോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ അങ്ങോട്ട് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. എവിടെയാ അത്? അത് പോത്തൻകോട് ജംഗ്ഷൻ അടുത്തുള്ള തെക്കേ വെളുപ്പിൽ ശ്രീകൃഷ്ണ ക്ഷേത്രവാ. ഓക്കെ, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പുറപ്പെടാം. ശ്യാമാമ്മ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. വരുൺ, ഞാൻ വേറെ എല്ലാവരെയും ഒന്ന് വിളിച്ചു നോക്കാം. അത്ര പേടിച്ചിട്ടാ ഞാൻ നിൽക്കുന്നേ. ശ്യാമയുടെ ഓരോ വാക്കിലും ഒരു യാത്ര പറച്ചിലുണ്ടായിരുന്നു. അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. മാഡം, അമൃത മാഡം, നിന്റെ ഈ മനമാറ്റം ഒന്ന് നേരത്തെ പറയായിരുന്നില്ലേ മോളെ? ഉണ്ടായിരുന്നെങ്കിൽ ശ്യാമ പോവുമായിരുന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണം. എനിക്ക് എന്റെ അമ്മയുടെ ക്ഷമ പറയണം. മാഡം, അതെ, മാഡം ഒരു കാര്യം ചെയ്താൽ മതി. ആ ക്ഷേത്രത്തിലെ നമ്പർ എടുത്ത് എന്നിട്ട് അങ്ങോട്ടൊന്ന് വിളിക്കണം. ശ്യാമ മാഡം അവിടെ എത്തുന്നുണ്ടോന്ന് ആദ്യം ഒന്ന് കൺഫേം ചെയ്യണം. എന്നിട്ട് എന്നെ വിളിച്ച് പറയണം. ഓക്കെ, ഞങ്ങളിത് ഇറങ്ങാൻ പോവാ. ശരി. ഏയ് രാധിക, ഡോൺ വറി. എടോ, തന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. താൻ പ്രാർത്ഥിച്ചോ, നമ്മള് അമ്മയെ കണ്ടിരിക്കും. തന്നെ ഞാൻ കൊണ്ട് കാണിച്ചിരിക്കും. വാന്നേ. ഭഗവാനെ, എന്തോ അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കാറുള്ള ശ്യാമ എന്ത് തീരുമാനം എടുത്താലും രാധിക അവളുടെ മുന്നിൽ എത്തുന്നത് വരെ അവൾക്കൊന്നും സംഭവിക്കരുത്. അവളെ കാത്തോളണേ. തുറക്ക്. അയ്യേ, ഇവരുടെ കൂടെയാണോ ഞങ്ങളെ കിടത്തുന്നേ? ഞങ്ങൾക്ക് വേറെ റൂമൊന്നും ഇല്ലേ? എന്താ അമ്മച്ചി, നിങ്ങളെ ഹോട്ടൽ റൂമിലേക്കാണോ കൊണ്ടുവന്നത്? ഇത് ജയിലാ. മര്യാദക്ക് കേറകത്തോട്ട്. എന്റെ മോളെ സിനിമ നടിയാ. അവള് ഇതുപോലത്തെ സ്ഥലത്തൊന്നും കിടക്കത്തില്ല. മുത്തശ്ശിയും മോളും ജയിലിലേക്ക് വന്നതേ മയക്കുമരുന്ന് കേസില. അത് മറക്കണ്ട.
അയ്യോ അത് കള്ളക്കേസാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? പിന്നെ നിങ്ങൾ എന്തിനാ അത് പറയുന്നേ? ദാ നോക്ക്, ഒന്നും മിണ്ടാതെ അതിനകത്ത് കയറിയിരുന്നാലേ തടി വെള്ളം ആവില്ല. അല്ലെങ്കിൽ അടുത്ത് പെരുമാറിക്കളയും ഞാൻ. നാട് നശിപ്പിക്കാൻ നടക്കുന്നവളാ ന്യായം പറയുന്നേ. കയറി അകത്തോട്ട്. ആലീസേ, കൊച്ചമ്മ മോളെ നല്ലോണം നോക്കിക്കോണേ. ശരി സാറേ. എന്താ നോക്കുന്നേ? ഞങ്ങളെ നിങ്ങളെ പോലുള്ളവരൊന്നും അല്ല, കുടുംബത്തിൽ പറഞ്ഞവരാ. ആ, ഞങ്ങളും കുടുംബത്തിൽ പറഞ്ഞവരെ കാത്തിരുന്നത്. മുത്തശ്ശി വേണ്ട. നീ മാറി നിക്കടി. നീ ആറ്റുവാശ്ശേരി സുകുമാരി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, എന്നാലേ അത് ഞാനാ. എന്റെ നാട്ടിലെ ആറ്റുവാശ്ശേരി സുകുമാരി എന്ന പേര് കേട്ട ആണായാലും പെണ്ണായാലും ഒന്ന് നടുങ്ങി വിറയ്ക്കും. എന്റെ പേര് കേട്ടാലേ ആരും നടുങ്ങി വിറയ്ക്കൊന്നുമില്ല. ഒരു സാധാരണ പേരല്ലേ. പക്ഷേ ഏത് മുട്ട് വിറയ്ക്കാത്തവനെയും ഒറ്റ അടിക്കും നിലത്തെടുത്തിട്ട് തല്ലും ഞാൻ. തള്ളേ, നിങ്ങൾ ഇത്തിരി കൂടിയായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. തുടക്കം ഇങ്ങനാണെങ്കി മുത്തശ്ശി മോളും നല്ല രീതിക്ക് ഇവിടുന്ന് തിരിച്ചു പോവില്ല. അതെ, ഞങ്ങളെ കള്ളക്കേസിൽ അടച്ചതിന്റെ ദേഷ്യം കൊണ്ടാ മുത്തശ്ശി. മിണ്ടാതിരേടി. ജയിലിൽ കയറുന്ന എല്ലാവർക്കും ആദ്യം പറയാനുള്ളതേ കള്ളക്കേസാണെന്നാ. ഞങ്ങളാരും വലിയ പുണ്യാളത്തികളായിട്ടല്ല, പക്ഷേ നിന്റെയൊക്കെ പോലെ മയക്കുമരുന്നും കൊണ്ട് നാട് നശിപ്പിക്കാൻ നടന്നിട്ടില്ല. വായും പൂട്ടി അവിടെ എവിടെങ്കിലും അടങ്ങിയിരുന്നില്ലെങ്കി നാളെ വാർഡൻ വന്ന് വാതില് തുറക്കുമ്പോ ചത്തു കിടക്കും രണ്ടെണ്ണങ്ങളും. മനസ്സിലായോടി? തള്ളേ, നിങ്ങക്ക് മനസ്സിലായോ? ഒന്ന് നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേടി? രാത്രിയാവട്ടെ, അവളുമാർക്ക് വേണ്ടത് നമുക്ക് കൊടുക്കാം.